പൂക്കി സതീശന്റെ വണ്ടി മോഡിഫിക്കേഷൻ ഇതാ. വി ഡി സതീശന്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ജെൻ സിക്ക് വേണ്ടി ഇഷ്ടമുള്ളതുപോലെ അവരുടെ വാഹനങ്ങൾക്ക് മോഡിഫിക്കേഷൻ വരുത്താം എന്നുള്ളത്. വലിയ തോതിൽ കയ്യടി കിട്ടിയ ഒരു വാഗ്ദാനമായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ പൂക്കി ചിരി തന്നെ ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പൂക്കി ചിരി വന്നത്. വാഹന മോഡിഫിക്കേഷന് അനുമതി നൽകുമോ എന്നുള്ള പത്രക്കാരുടെ ചോദ്യത്തിനായിരുന്നു അത്തരമൊരു ചിരി. വാഹന മോഡിഫിക്കേഷന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിരിക്കണോ കരയണോ എന്നറിയാത്ത വിധത്തിലാണ് ഇപ്പോൾ കേരളീയർ. കാരണം ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത്. 18 എണ്ണമുണ്ട് അനുമതി ഇല്ലാതെ ചെയ്യാനുള്ളത്. ബാക്കിയുള്ളത് അനുമതിയോടുകൂടി ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഇപ്പോൾ തന്നെ ഉള്ളതാണ്. അതായത് യാതൊരു തരത്തിലെ മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. ഇപ്പോഴുള്ള തലസ്ഥിതി തുടരും. ഇതാണ് കൊട്ടിഘോഷിച്ച് വി ഡി സതീശനും വി ഡി സതീശന്റെ PR ചെയ്യുന്ന ചില മാധ്യമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേട്ടാത്തൊന്നും ഇതെന്തോ ഭയങ്കര സംഭവമാണ്, ഇതൊക്കെ ആദ്യമായിട്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് നമുക്ക് നോക്കാം. ഈ 18 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് സീറ്റ് കവർ മാറ്റാം. ഇതാണ് പൂക്കി മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ മോഡിഫിക്കേഷൻ. എന്തൊരു തമാശാണ്. രണ്ടാമത് ഫ്ലോർ മാറ്റ് മാറ്റാം. ഇതൊക്കെ എന്തൊരു കോമഡിയാണ്. സ്റ്റിയറിംഗ് വീൽ കവർ മാറ്റാം. സ്റ്റിയറിംഗ് നമ്മളിപ്പോൾ തന്നെ വീൽ കവറുണ്ട്, അത് മാറ്റാം, കുഴപ്പമില്ല. മറ്റേത് ക്രോം ഗാർണിഷ്, ഡോർ വൈറസുകൾ, മഡ് ഫ്ലാപ്പുകൾ, ബോഡി സ്റ്റിക്കറുകൾ, ഇന്റീരിയർ ആംബിയൻസ് ലൈറ്റിംഗ്, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അഡീഷണൽ സ്പീക്കറുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹുക്കുകൾ, റൂഫ് കാരിയറുകൾ, 50% സുതാര്യമായിട്ടുള്ള സൺഫിലിം. ഇതിലെവിടെയാണ് പുതിയ കാര്യങ്ങൾ? എന്തൊരു തമാശാണിത്. ഇതെല്ലാം നിലവിലുള്ളതാണ്. നമ്മുടെ വണ്ടിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഫ്ലോർ മാറ്റ് കേടായാലത് മാറ്റാം. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കവർ മാറ്റാം. സീറ്റ് കവർ ഇളകിപ്പോയി കഴിഞ്ഞാൽ അത് മാറ്റാം. ഇതൊക്കെ വലിയ നിലയിൽ പുതുമ എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് വി ഡി സതീശൻ. എന്തൊരു കഷ്ടമാണ്, ഇതൊരു നാണക്കേടാണ്. ഇതെങ്ങനെ ചിരിക്കണോ കരയണോ എന്നറിയാതെ നിൽക്കുകയാണ് കേരളീയർ. ഇതാണോ വാഹന മോഡിഫിക്കേഷൻ? ഒന്ന് ഓർത്ത് നോക്കുക. പാർക്കിംഗ് സെൻസർ ഇപ്പോൾ തന്നെ വണ്ടിയിലുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വണ്ടിയിലുണ്ട്. അതായത് ഇപ്പോൾ നിലവിലുള്ള റിവേഴ്സ് ക്യാമറ വണ്ടിയിലുള്ളതാണ്. ഇപ്പോഴുള്ള വണ്ടിയിലെ ഏതെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ മാറ്റിയിട്ട് സതീശൻ പറഞ്ഞിരുന്നുവെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇതങ്ങനല്ല. ഒരു തരത്തിലെ മാറ്റവുമില്ലാതെ ഇപ്പോൾ വണ്ടിയിൽ എന്തെല്ലാമാണോ ഉള്ളത്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണോ അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. സീറ്റ് കവർ കേടായി കഴിഞ്ഞാൽ മാറ്റാം. അത് വലിയ സംഭവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. സതീശനെ പിന്താങ്ങുന്ന കുറെ മീഡിയയും കൂടി വന്നിട്ട് ഇതാ പൂക്കി മുഖ്യമന്ത്രിയുടെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 18 ലിസ്റ്റ് നമുക്ക് തന്നിരിക്കുകയാണ്. ആക്ടർ ബാല പറഞ്ഞതുപോലെ ഇത് വിശ്വസിക്കുന്നവൻ പൊട്ടൻ എന്ന് വെച്ചാൽ ലോക പൊട്ടൻ. അങ്ങനെ ലോക പൊട്ടന് മാത്രമേ ഇത് പുതിയതാണെന്ന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് ഓൾറെഡി ഉള്ളതാണ്. അതിലെന്താണ് ഇത്ര പുതുമ? അതിലെവിടെയാണ് പുതുമ കൊണ്ടുവന്നിരിക്കുന്നത്? ഇനി RCCയിൽ മാറ്റം വരുത്തി ചെയ്യാവുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 2-3 കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ നിറം മാറ്റൽ, അതേപോലെ തന്നെ എഞ്ചിൻ മാറ്റൽ, LPG CNG കിറ്റ് വെക്കൽ, ഇലക്ട്രിക് ആക്കി മാറ്റൽ, ഭിന്നശേഷി സൗഹൃദ വാഹനമാക്കൽ, ഷാസി ഫ്രെയിം മാറ്റൽ. ഇതൊക്കെ ഇപ്പോഴും ഉള്ളതാണ്. ഇതിലെവിടെയാണ് പുതുമ? ഇതിലെന്താണ് പുതുമ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ സതീശന് തെറ്റിയിരിക്കുന്നത് ഒരു വലിയ അബദ്ധമാണ്. കാരണം കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിന്റെ ആ നിയമപ്രകാരം മാത്രമേ ഇന്ത്യയിൽ വണ്ടി ഇറക്കാൻ കഴിയുള്ളൂ, മോഡിഫിക്കേഷൻ പറ്റുകയുള്ളൂ. ആ നിയമം മാറ്റാതെ സംസ്ഥാനത്തിന് മാത്രമായിട്ട്, സതീശന് മാത്രമായിട്ട് വണ്ടിയിൽ മോഡിഫിക്കേഷൻ നടത്താൻ കഴിയില്ല. ഇവിടെ ആകെ നമുക്ക് പറയാൻ കഴിയുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്റ്റിക്കറിന്റെ കാര്യം പറയുന്നു. ആ സ്റ്റിക്കർ ഒട്ടിക്കണമെങ്കിൽ മുൻകൂട്ടി RCCയിൽ നിന്നുള്ള ഒരു അനുമതി കിട്ടണം. അതിപ്പോൾ തന്നെ ഉണ്ട്. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നോക്കിയാൽ സ്റ്റിക്കർ ഉണ്ട്. അത് മുൻകൂട്ടി പണമടച്ചു കഴിഞ്ഞാൽ ആ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള അനുമതി എവിടെ നിന്ന് ലഭിക്കും? അതൊക്കെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ഇതാ പുതുമ എന്നുള്ള രീതിയിൽ വരുമ്പോൾ എന്തൊരു നാണക്കേടാണ്, എന്തൊരു ചമ്മലാണ്. ഇത്രയും ഗതികെട്ട ഒരു പൂക്കിയാണോ ഈ മോഡിഫിക്കേഷൻ നമുക്ക് തോന്നിപ്പോകും. എന്തൊരു കഷ്ടം, എന്തൊരു നാണക്കേടാണ്.
വണ്ടിയെക്കുറിച്ച് ബേസിക് ധാരണയുള്ളവർക്ക് ചിരി വരും ഇത് വായിച്ചു കഴിഞ്ഞാൽ. ഈ 18 മാറ്റങ്ങൾ, എന്ത് മാറ്റമാണുള്ളത്? റിവേഴ്സ് ക്യാമറ ഒക്കെ മാറ്റുക. റിവേഴ്സ് ക്യാമറ ഓൾറെഡി പുതിയ വണ്ടിയെല്ലാം ഉണ്ട്. പാർക്കിംഗ് സെൻസർ അതെല്ലാ വണ്ടിയിലും ഉണ്ട്. അതൊക്കെ എന്താണ് ഇതിനകത്ത് പുതുമ? എന്ത് പുതുമയാണ് ഇതിനകത്തുള്ളത്? അതാണ് ചോദിക്കുന്നത്. കേരളം ചോദിക്കുന്നതാണ്, എന്താണ് പുതുമ? ജെൻസിയെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് പറഞ്ഞ ഒരു മണ്ടത്തരം, അന്ന് പറഞ്ഞൊരു വിഡ്ഢിത്തരം, അത് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം ഉടൻ തന്നെ മാറ്റുക. കാരണം ഒന്നുമില്ല, ഇതിലെങ്ങും ഒന്നുമില്ല. ഈ പറയുന്നതിനകത്ത് പുതുമ ഒന്നുമില്ല, പുതുമ കൊണ്ടുവരാൻ കഴിയുകയുമില്ല. അങ്ങനെ കഴിയണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മോട്ടോർ വാഹന നിയമത്തിലെ മാറ്റം ഭേദഗതിയുമല്ല ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇവിടെ മാറ്റം വരുത്താം എന്നതിലപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കൊന്നും ഈ വാഹനത്തിൽ, നിങ്ങളുടെ സ്വകാര്യ വാഹനത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിലവിലുള്ളത് മാത്രമാണ് ഈ എണ്ണി പറഞ്ഞേക്കുന്ന 18 കാര്യങ്ങൾ. GPS ട്രാക്കറുകൾ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഇതൊക്കെ നിലവിലുള്ളതാണ്. കാറ് വാങ്ങുമ്പോൾ തന്നെ അതിൽ ഈ ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ നിങ്ങളൊക്കെ ഏത് ലോകത്താണ്? ഇത് എഴുതിയുണ്ടാക്കിയ ആൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇതാണ് ഇതിൻ്റെ ഒരു തമാശ. അയാൾ വേറെ ഏതോ ഭാവന ലോകത്ത് നിൽക്കുക, അല്ലെങ്കിൽ കേരളീയരെ ശുദ്ധമായി പറ്റിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടെന്ന് വിശ്വസിച്ച ഏതോ ഒരു മണ്ടനാണ്, അല്ലെങ്കിൽ ബോധപൂർവം നമ്മളെ പറ്റിക്കാം എന്ന് കരുതിയിട്ടാണ് ഈ 18 കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അത് ആർക്കാണ് ഇത് അറിഞ്ഞുകൂടാത്തത്? ഇതൊക്കെ നിലവിലുള്ളതാണെന്നുള്ള കാര്യം. അങ്ങനെ ശുദ്ധ മണ്ടത്തരം, ശുദ്ധ വിട്ടിത്തരം, നമ്മളെ പച്ചയ്ക്ക് പറ്റിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് ഈ പാവപ്പെട്ട ജെൻസിയിലെ പയ്യന്മാരെ വിചാരിച്ചു ഈ പൂക്കിച്ചിരിയൊക്കെ കണ്ട് ഇനി നമ്മുടെ ബൈക്ക് മോഡിഫൈ ചെയ്യാമല്ലോ, നമ്മുടെ കാറിനകത്ത് കുറച്ചൊരു വലിയ ശബ്ദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് ഭയങ്കര ചീറിപ്പാഞ്ഞു പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് സ്വപ്നം കണ്ടിരിക്കുന്ന പാവപ്പെട്ട പയ്യന്മാരെ പറ്റിച്ച് കിടത്തിയിരിക്കുകയാണ്. ഒരു കാര്യങ്ങൾ പോലും ഇതിൽ പുതുമയായിട്ടില്ല, പുതുമയായിട്ട് കൊണ്ടുവരാനും പറ്റില്ല. കാരണം കേന്ദ്ര വാഹന നിയമം അവിടെ നിൽപ്പുണ്ട്. അല്ലാതെ എന്ത് മണ്ടത്തരങ്ങളൊക്കെയാണ് ഈ പറയുന്നത്? അതും കേരളീയരോട്. നിലവിൽ വാഹനമില്ലാത്ത ഏതെങ്കിലും കേരളത്തിലെ വീടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മിനിമം ഒരു 2 വീലറെങ്കിലും ഉണ്ടാകും. ആ 2 വീലർ ഓടിക്കുന്ന ആൾക്ക് അറിയുന്ന കാര്യമേ ഉള്ളൂ. അതായത് മഡ് ഫ്ലാപ്പുകൾ കേടായി നമ്മളത് മാറ്റും, അതിന് പ്രത്യേക അനുമതിയൊന്നും വേണ്ട. അതൊക്കെയാണ് ഈ വലിയ സംഭവമായിട്ട് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണിത്. ഇതാണ് പൂക്കിച്ചിരിയിലെ പിന്നിലുള്ള തട്ടിപ്പ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇവിടെ ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ തന്നെ 1, 2, 3, 4, 5 എന്ന് എണ്ണിയിട്ട് 18 വരെ ഒരു അക്ക വിട്ടെഴുതി നമ്മളെ പറ്റിക്കുക എന്ന് പറയുന്നത് ഒരു കഷ്ടമാണ്. കാരണം വാഹനത്തെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബോധമുള്ള ഒരാളെ സംബന്ധിച്ച് ഇതൊരു കൂട്ടച്ചിരിക്ക് ഇട നൽകുന്ന ഒരു കാര്യം എന്നതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരു തരത്തിലെ പുതുമയോ മറ്റെന്തെങ്കിലും ഒരു പുതിയതായിട്ട് കൊണ്ടുവരാൻ ഒന്നുമില്ല. ഇതിനകത്ത് ഒന്നുമില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള വാഹനങ്ങൾ അകത്ത് അതുപോലെ തന്നെ തൽസ്ഥിതി തുടരുക. അതാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം. ചില മാധ്യമങ്ങളൊക്കെ അടിച്ച് തള്ളിക്കയറ്റുന്നുണ്ട്, ഇത് വലിയ സംഭവമാണ്, മറ്റേതാണ് മറിച്ചതാണ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വെക്കാം, സ്പീക്കറുകൾ വെക്കാം. സ്പീക്കറുകളൊക്കെ ഇപ്പോഴും ഉള്ളതാണ്. അതിലെന്താണ് ഇത്ര പുതുമ? വി ഡി സതീശൻ്റെ PR ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാരാണോ എന്ന് പോലും തോന്നിപ്പോവും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ തള്ളൽ കേട്ടാൽ. പക്ഷേ ഇതിൻ്റെ സൂക്ഷ്മാംശം പരിശോധിക്കുമ്പോൾ നിലവിൽ ഇതെല്ലാം നമ്മുടെ വണ്ടിയിലുള്ളതാണ്. ഒന്നുപോലും പുതുമയില്ല. അനുവാദം വാങ്ങി ചെയ്യാവുന്നത് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാര്യമാണ്, അതും നിലവിലുള്ളതാണ്. അങ്ങനെ ഈ പറയുന്നതിനകത്ത് യാതൊരു തരത്തിലെ യാഥാർത്ഥ്യവുമില്ല. നമ്മളെ കൃത്യമായി പൂക്കിയാക്കിയിരിക്കുന്നു. വണ്ടി മോഡിഫിക്കേഷന് തയ്യാറായി സ്വപ്നം കണ്ടിരിക്കുന്ന എല്ലാവരും സ്വപ്നം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ല. നിങ്ങളുടെ വണ്ടി അതേപടി തന്നെ തലസ്ഥിതി തുടരാൻ മാത്രമേ കഴിയുകയുള്ളൂ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.